വെൽക്കം ടു അനദർ കോഴിക്കോടൻ ബ്ലോഗ്. രാവിലെ അലോഷി ഓട്ടോയിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കുറ്റിച്ചിറയിലേക്ക് എത്തിച്ചേർന്നു. ചാമ്പ്യൻ ഹോട്ടലിൽ എത്തിയപ്പോൾ ഞാൻ ഈ ഹോട്ടലിനെ ശ്രദ്ധിച്ചിരുന്നു. തഷ്കെന്ത് 1900 ആണോ ഇത് ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പായി, ഇവിടെ പണിത മേസ്തിരിമാർ എല്ലാം ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും കുത്തനെയുള്ള സ്റ്റെപ്പ് ഈ ഏരിയയിൽ എല്ലാ ഹോട്ടലിലും എങ്ങനെയാണ് ഒരുപോലെ വരുന്നത്? ആ സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങനെ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഇവിടെയും ചില്ലി ബീഫ് തന്നെ പറഞ്ഞു. ഈ ഫ്രൈഡ് പത്തിരി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതിന്റെ ഉൾവശം വെന്തിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ. മെയിൻ അജണ്ട ആ ബീഫും പൊറോട്ടയുമായിരുന്നു. ഞങ്ങൾ അത് കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഇന്ന് SM സ്ട്രീറ്റിൽ പോകണം. കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ മെയിൻ അജണ്ട നല്ല ഹലുവ ഷോപ്പ് കണ്ടുപിടിച്ച് കുറച്ച് ഹലുവകൾ മേടിക്കും. തലേന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനായ സൂപ്പർ കില്ലാടി ജീവരാജിനെ വിളിച്ചിരുന്നു. അവൻ എനിക്ക് അവൻ്റെ കുറച്ച് സീക്രട്ട് കോണ്ടാക്ട് വഴി നല്ല ഷോപ്പുകൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിലെത്തി. അലോഷി ജന്മം ചെയ്താൽ അവിടെ നടക്കൂല. കാരണം എൻ്റെ ഒക്കത്തിരുന്ന് അവൻ ഈ കാഴ്ചകളൊക്കെ കാണണം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 6 അടി പൊക്കമുള്ള എൻ്റെ മണ്ടക്കിരുന്നാൽ ഈ SM സ്ട്രീറ്റ് മൊത്തമായി അവനെ കാണാം. എനിവേസ് ഞങ്ങൾ ശങ്കരൻ ചേട്ടന്റെ കട തപ്പി നടന്നു. അവിടെ എത്തിയപ്പോൾ 2 ശങ്കരനുള്ള കാര്യം ഞാൻ ഞെട്ടലോടെ അറിഞ്ഞു. ജീവരാജ്, ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യണം. അങ്ങനെ ഏതോ ഒരു ശങ്കരൻ ചേട്ടന്റെ മകനോ കസിനോ അനിയനോ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളെ ഷോപ്പിലേക്ക് മാടി വിളിച്ചു. അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വിശ്വസിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചേറെ ഹലുവകൾ മേടിച്ചു. ആ ചേട്ടൻ ഞങ്ങളെ സോപ്പിടാനായി ഇറങ്ങിയപ്പോൾ ഒരു വെള്ളത്തിന്റെ കുപ്പിയും അലോഷിക്ക് ഒരു ചോക്ലേറ്റും കൊടുത്തു. പക്ഷെ കുറ്റം പറയണ്ടല്ലോ, നല്ല ഹലുവയായിരുന്നു ഈ കടയിലും ഉണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങി. ശാലിന് ചെരുപ്പുകൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ചെരുപ്പിന്റെ ഷോപ്പുകൾ തപ്പി ഞങ്ങൾ കുറെ ദൂരം നടന്നു. അലോഷിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എത്തിച്ചേർന്നത് ഒരു പുലിയുടെ മടയിലായിരുന്നു. ഇടത്തും വലത്തുമായി നിറച്ച് ടോയ്കൾ. ഞാൻ അലോഷിയുടെ കണ്ണു പൊത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ തട്ടി മാറ്റി. ഞങ്ങളങ്ങനെ ഒരു കടയിൽ കയറി. ശാലിന് ഒരു പേഴ്സ് വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരു ചെരുപ്പിന്റെ ലോകത്തെത്തി. പക്ഷെ സൈസിനൊത്ത ചെരുപ്പുകളൊന്നും അവിടെ ഇല്ല. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നാട്ടിൽ ചില സൈസുകളൊക്കെ കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു പരീക്ഷണത്തിനായിട്ട് പാറ്റയിൽ കയറി. എനിക്കും ഒരു ചപ്പൽ വാങ്ങിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാലിന് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ കടയിൽ കയറി ജ്യൂസ് വാങ്ങി. ഇവർ സ്ട്രോ ഉണ്ടായത് ഇതുവരെയും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നിക്കുന്നത്. കാരണം ഇവിടെ സ്ട്രോ ചോദിച്ചപ്പോൾ അവർ ആംഗ്യം കാണിച്ചു. ചിലപ്പം കോസ്റ്റ് കട്ടിംഗ് ആവാം. പക്ഷേ എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് കൃത്യമായി. ഒറിജിനൽ ശങ്കരൻ എന്ന് അവകാശപ്പെടുന്ന കടയിലേക്കെത്തി. ആ ചേട്ടന് ശരിക്കും ഞങ്ങളോട് ദേഷ്യം തോന്നി. എന്നായിരുന്നു ആ ചേട്ടൻ ആദ്യം ചോദിച്ചത്. അതിന്റെ റിപ്ലൈ ഞാൻ മനസ്സിലൊന്ന് ഓർത്തു നോക്കി. ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കുകയാണ്, ഈ ഡ്യൂപ്ലിക്കേറ്റ് കട തുടങ്ങിയപ്പോൾ നിങ്ങൾ തുണി അലക്കാൻ പോയിരിക്കുമായിരുന്നു? പക്ഷെ ആ ചോദ്യം ഞാൻ മനസ്സിൽ മാത്രം ഓർത്തു. കാരണം ചോദിച്ചാൽ എനിക്ക് അടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്ഥലം വേറേതുമാണ്. കോഴിക്കോട് SM സ്ട്രീറ്റ്. ഓടാനുള്ള വഴി പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ഹലവകൾ ട്രൈ ചെയ്തു. അവിടെ നിന്നും ഹലവകൾ മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷെ ഇപ്പോൾ പോലും എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഈസ് ഇറ്റ് റെഡ് ഓർ ബ്ലൂ? മെട്രിക്സ് സിനിമയെ വെല്ലുന്ന അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല രണ്ടുപേരെയും. കാരണം രണ്ടും നല്ല പൊളി അലുവയാണ് മോനെ. അങ്ങനെ കുറെ അലുവകൾ ട്രൈ ചെയ്ത് ഞങ്ങളുടെ മനസ്സ് മൊത്തം മത്തായി. ഞങ്ങളങ്ങനെ റഹ്മത്ത് ഹോട്ടലിലെത്തി. ഇവിടെ കൊണ്ടുള്ളൂ ഇനി ബിരിയാണി തിന്നാൻ. ബാക്കി എല്ലാ കടകളിൽ നിന്നും ഞങ്ങൾ ബിരിയാണി തിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിന് തൊട്ടടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ നല്ല മീനിന്റെ സ്മെല്ല് വന്നു തുടങ്ങി. ഞങ്ങൾ പാതി വഴിക്ക് ബിരിയാണി വിട്ടിട്ട് വന്നു. നല്ലപോലെ ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടായാൽ എന്ത് കഷ്ടമാണല്ലേ രാഹുൽ ദ്രാവിഡ്. അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിയ ബിരിയാണി ഓർത്ത് വിഷമിച്ച് ഞാൻ ഹോട്ടലിലെത്തി. ആ വിഷമം ഒരു ഉറക്കം തീർന്നപ്പോൾ പോയി. ഞങ്ങൾക്കിനി അടുത്തത് പോകാനുള്ളത് അൽക്കയുടെ വീട്ടിലാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ലാസ്റ്റ് വിസിറ്റ്. അൽക്ക ശാലിന്റെ കൂടെ MESൽ പഠിച്ചതാണ് ദോഹയിൽ. അൽക്ക ഇപ്പോ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. ഞങ്ങളങ്ങനെ അൽക്കയുടെ വീട്ടിലേക്ക് യാത്രയായി. അനൂപാണ് ഞങ്ങളുടെ ഇന്നത്തെ സാരഥി. അനൂപിന്റെ വീഡിയോ എനിക്ക് ആദ്യം എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ക്യാമറ എന്റെ നെഞ്ചത്തായിരുന്നു ഇരുന്നത്. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ മുഖം ഈ ക്യാമറയിൽ പതിഞ്ഞുവെന്ന്. പക്ഷെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം അൽക്കയുടെ വീട്ടിലെത്തി. ഞങ്ങളെ സ്വീകരിക്കാനായി സജിത്തും അൽക്കയുടെ സിസ്റ്ററും വന്നു. ഈ സിസ്റ്ററിന്റെ കല്യാണമാണ് ഈ വരും ദിവസങ്ങളിൽ. അതിന്റെ അലങ്കാര പണികളാണ് ഈ കാണുന്നത്. കിട്ടിയ ഗ്യാപ്പിൽ അലോഷ്യസ് റോഡിലേക്ക് ഇറങ്ങി ഓടി. അവൻ
അവനെ പിടിക്കാനായി ഞാനും അനൂപും പുറകെ ഓടി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ കയറ്റിയിരുത്തി ഒന്ന് സമാധാനിപ്പിച്ചു പയ്യൻ. ഇതാണ് അൽക്ക. കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. അൽക്കയോട് ഞങ്ങൾ ദോഹയിലെ വിശേഷങ്ങളൊക്കെ അറിയിച്ചു. അൽക്കയ്ക്ക് വളരെയധികം സന്തോഷം. ഓസ്ട്രേലിയയിലെ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാരും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഇനി എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വെച്ചുപിടിച്ചു. ഞങ്ങൾ അൽക്കയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അനൂപ് ഒരു റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞു, വൈറ്റ് പാലസ്. അനൂപ് ആ ഹോട്ടലിനെ കുറിച്ച് കുറേയേറെ വാചാലനായി. ഞാൻ കുറച്ചു നേരം ചിന്തിച്ചു, ഇനി അനൂപിന് വല്ലതും ഷെയർ ഉണ്ടോ ഈ ഹോട്ടലിലെന്ന്. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല, നല്ല ഫുഡായിരുന്നു. ഞങ്ങളൊരു നാടൻ ചിക്കൻ കറിയും ഷാനിൻ ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും പറഞ്ഞു. ഞാൻ ചിക്കൻ കറിക്ക് കോമ്പിനേഷനായി പൊറോട്ടയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. അതിന് അപ്പമായിരുന്നു നല്ലതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ അപ്പം ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള സമയമില്ല ഞങ്ങൾക്ക് ഹോട്ടലിൽ പെട്ടെന്ന് തന്നെ എത്തണം. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. പോകുമ്പോഴേക്ക് അനൂപ് വേറെ ഒരു ഐസ്ക്രീം സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞു. നല്ല നാച്ചുറൽ ടേസ്റ്റ് ഉള്ള ഐസ്ക്രീം. അത് കേട്ടപ്പോൾ ഞാൻ ചാടി പുറത്തിറങ്ങി. ആ കടയിലുണ്ടായിരുന്ന എല്ലാ സ്പെഷ്യലും ഞാൻ ഓരോന്നായി ഓർഡർ ചെയ്തു. ഐസ്ക്രീം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ദോഹയിലെ ബാസ്കിൻ റോബിൻസനെ പിടിച്ച് അയ്യത്തെറിയാൻ തോന്നി. ബാസ്കിൻ റോബിൻസണിൽ മൊത്തം ഷുഗറാണ്. നമ്മൾ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്നത് വൃത്തികെട്ട ഷുഗർ ആയിരുന്നുവെന്ന് ഞാൻ ഓർത്തുപോയി. കുറച്ച് അനൂപിനും മേടിച്ചു. ഇതാണ് സാക്ഷാൽ അനൂപ്. അനൂപിന് കോഴിക്കോട്ട് കുറെ ഫുഡ് സ്പോട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ് ടു നോ ഹിം. കാരണം ഞങ്ങളുടെ ട്രിപ്പ് ഇന്നുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ഗുഡ് ബൈ.